İnkılap Zindabad. İnkılap Zindabad. LDF Zindabad. വോട്ടുകൾ ചെയ്യൂ, വോട്ടുകൾ ചെയ്യൂ. സ്ഥാനാർത്ഥികൾക്ക് ഇപ്പൊ നമ്മള് സ്ഥാനാർത്ഥികളാകുമ്പോൾ നമ്മളെല്ലാരെയും ഫോണിൽ സ്ഥാനാർത്ഥി ആരെന്ന് വന്നിരുന്നായി. അതുമായി ബന്ധപ്പെട്ട നോമിനേഷൻ പ്രക്രിയ മുതൽ എല്ലാ കാര്യങ്ങളും ഇന്ന് വരുന്ന പുതിയ കാലഘട്ടം രാഷ്ട്രീയ പ്രചരണത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലി തന്നെ മാറിയ കാലഘട്ടം. ഇന്ന് നാം ഇവിടെ ഇരുന്ന് നിങ്ങളോട് ആനുകാലികമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യങ്ങളും നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളിതെല്ലാം എന്നെക്കാൾ ഉപരിയായി ബോധവാന്മാരായ ആളുകളാണ്. അപ് ടു ഡേറ്റ് ആയ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും വിരൽത്തുമ്പിൽ നിങ്ങളെ മൊബൈലിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. നമ്മൾ ഏത് പരിപാടിയായാലും ആ പരിപാടി നടക്കുമ്പോൾ നമ്മൾ ഫോണിൽ നോക്കി അപ്പത്തെ അപ്ഡേറ്റ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കും. പ്രസംഗിക്കുന്ന പ്രസംഗനോടെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. അതാണ് പുതിയ കാലഘട്ടം. പക്ഷേ സ്വാഭാവികമായും നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സാഹചര്യം എന്നുള്ളത് നമ്മൾ മുഖാമുഖം കാണുമ്പോൾ, നമ്മൾ ഒരുമിച്ചിരുന്ന് ആലോചിക്കുമ്പോൾ അതിന് വലിയ മാറ്റം ഉണ്ടാവും. നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും. നമുക്ക് പരസ്പരം കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ ആവേശമുണ്ടാകും. നമുക്ക് ഒരുമിച്ചിരുന്ന് വേങ്ങര പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണ സംവിധാനം കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും. നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ പുതിയ പ്രചരണ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പ് ഒരു യുദ്ധമാണ്. എന്ത് യുദ്ധം? ആശയത്തിന്റെ യുദ്ധം, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ യുദ്ധം. നാം വന്നിരിക്കുന്നത് നാം വേങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഒരു ഭരണസമിതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. 9 വർഷക്കാലമായി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ അതിന്റെ ഭരണത്തിന്റെ നേട്ടങ്ങൾ, ആനുകൂല്യങ്ങൾ, അതിന്റെ സമാശ്വാസങ്ങൾ, അതിന്റെ ചേർത്തിപ്പിടിക്കൽ അനുഭവിച്ച ആളുകളാണ് നമുക്ക് ചുറ്റും നിൽക്കുന്ന മഹാഭൂരിപക്ഷം ജനതയും. അവരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യമാക്കേണ്ട ആവശ്യങ്ങളില്ല. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്നെക്കാൾ ഉപരിയായി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നാം ഇന്ന് ലോകത്തിന് മാതൃകയായി തന്നെ അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം നേട്ടം കൈവരിച്ച വർത്തമാന സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത്. ദാരിദ്ര്യമില്ല, അതിദരിദ്രർ അവരെ നാം ചേർത്ത് പിടിച്ചു. വീടില്ലാത്തവന് നാം വീട് നൽകി, ഭൂമിയില്ലാത്തവന് നാം ഭൂമി നൽകി, നമ്മൾ പെൻഷനുകൾ നൽകി, സാമൂഹ്യ സമയങ്ങൾ നമ്മൾ നൽകി, റോഡുകൾ എല്ലാം നമ്മൾ നവീകരിക്കപ്പെട്ടു. വികസന പ്രക്രിയയിൽ ഇന്ത്യയിൽ ഏറ്റവും ഒന്നാമത്തെ സംസ്ഥാനമായി ഈ കേരളത്തെ മാറ്റാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞു. അത് ക്ഷേമ പ്രവർത്തനങ്ങളിലും അതിൽ ആർക്കും തർക്കമില്ല, നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾക്ക് പോലും. അങ്ങനെ എവിടെയും ഇല്ല ഒരു ഭൂരിപക്ഷ പ്രദേശം. ഇന്ന് ജനങ്ങൾ ബോധ്യമുള്ളവരാണ്. നമുക്ക് അവരെ മാറ്റുണ്ടാക്കാൻ കഴിയുമോ? ഞാൻ പലപ്പോഴും പറയുന്നത്, നമ്മുടെ കൺവെൻഷൻ 1000 പേർ കൂടി, പക്ഷെ 1000 പേർ മാനസികമായി ധൈര്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് 1000 പേരെ കൊണ്ടൊരു കാര്യമില്ല. കൂടി 1000 പേർ, അവർ 1000 പേർക്കും പ്രവർത്തിക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ 1000 പേരെ കൊണ്ടൊരു കാര്യമില്ല. നമുക്ക് പങ്കെടുത്ത് 100 പേരാണെങ്കിൽ 100 പേരും സധൈര്യത്തോടു കൂടി പോരാച്ച ആളുകളാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിജയം. ആളുകൂടി എണ്ണമല്ല, നമുക്ക് എത്രത്തോളം പ്രവർത്തിക്കാൻ ആത്മധൈര്യം നമുക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു യുദ്ധമാണ്. നമ്മൾ ആ യുദ്ധത്തിലെ പടയാളികളാണ്. നമ്മുടെ സ്ഥാനാർത്ഥികൾ അതിലെ അടയാളങ്ങൾ മാത്രമാണ്. സ്ഥാനാർത്ഥികൾ ആരുമാകട്ടെ, അവർ നാം ഏറ്റെടുക്കുന്ന ഈ രാഷ്ട്രീയത്തിന്റെ ഈ ദൗത്യത്തിന്റെ വാഹകർ മാത്രമാണ്. നമ്മളാണ് സ്ഥാനാർത്ഥികൾ, നമ്മളാണ് യുദ്ധത്തിന്റെ പടയാളികൾ, നമ്മളാണ് യോദ്ധാക്കൾ. നമ്മുടെ യുദ്ധത്തിലെ പ്രവർത്തനം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജനങ്ങളെ സമീപിക്കണം. അവരോട് നമ്മൾ കാര്യങ്ങൾ പറയണം. നമ്മുടെ കൺവെൻഷൻ കഴിഞ്ഞു കഴിയുന്ന വാർഡ് കൺവെൻഷനുകളും കുടുംബയോഗങ്ങളോ എല്ലാ പ്രവർത്തന മേഖല നമ്മൾ ഇന്നു മുതൽ ഫീൽഡിലേക്ക് പോകണം. ആ ഫീൽഡ് എവിടെയാ? നമ്മുടെ വാർഡ് യോഗങ്ങൾ മാത്രമല്ല, നമ്മുടെ കുടുംബയോഗങ്ങൾ മാത്രമല്ല. അപ്പൊ നമ്മൾ പറയും നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് വചനന്തിയോടെ ജോലിക്ക് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ, നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് ഇവിടെ സമയം നമ്മൾ ചിന്തിക്കും. സമയമുണ്ടാകൽ എങ്ങനെയാണ്?
നമ്മുടെ മനസ്സിലെ ആത്മധൈര്യമാണ് ഏത് പ്രവൃത്തിക്കും സമയമുണ്ടാകൽ. അതിനാൽ നമ്മൾ സ്വയം സജ്ജരാവണം. നമ്മുടെ മനസ്സിൽ രാഷ്ട്രീയപരമായ പോരാട്ടം ഉണ്ടാകണം. നമ്മുടെ മനസ്സിൽ ഈ പറയുന്ന ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കുന്ന ബോധ്യം ഈ പങ്കെടുത്ത ഓരോരുത്തർക്കും വേണം. അത് നമ്മൾ ഓരോരുത്തരും പടയാളികളാകണം. നമ്മൾ എങ്ങനെ ഓരോരുത്തരും പ്രവർത്തിക്കുക? നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുക, നമ്മൾ പ്രവർത്തകരാകണം. ആ പ്രവർത്തനം എന്താ? LDF-ന്റെ യോഗത്തിൽ വരിക മാത്രമല്ല, ആ പ്രവർത്തനം LDF-ന്റെ കുടുംബയോഗത്തിൽ പോവുക മാത്രമല്ല. നമ്മൾ ഇന്നു മുതൽ നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ വീട്ടില് നമ്മുടെ ഭാര്യ, നമ്മുടെ കുട്ടികൾ, നമ്മൾ അമ്മമാർ ഓരോരുത്തരും ഇൻഡിവിജ്വലാണ്. ഓരോരുത്തരും പഴയ കാലഘട്ടമല്ല. പണ്ട് നമ്മൾ എങ്ങനെ വോട്ട് കൂട്ടുക? ഒരു സഖാവിന്റെ വീടെടുക്കും, അലവിക്കുട്ടി, നമ്മൾ മാർക്ക് ചെയ്തു 5 പേർ 5 LDF. അന്നങ്ങനെ ഇന്നങ്ങനെ നമ്മളതിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ സമയം നീക്കി വെച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് എന്തൊക്കെ ചെയ്യണം, കൺവെൻഷൻ കഴിഞ്ഞ് കമ്മിറ്റി ഉണ്ടാക്കി പിരിഞ്ഞു പോകുന്ന കാര്യങ്ങൾ കടക്കപ്പെടാതെ ഓരോ വാർഡിലും, ഓരോ ബൂത്തിലും, ഓരോ കുടുംബയോഗങ്ങളും, ഓരോ മേഖലായോഗങ്ങളും നമ്മൾ സമയങ്ങൾ നീക്കി വെച്ച് ആ പ്രദേശത്ത് ഓരോ കുടുംബത്തെയും, ഓരോ വീടിനെയും എടുത്ത്, ഓരോ പ്രവർത്തകരെയും എടുത്ത് നാം മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ നിങ്ങളുടെ ഒരു വാക്ക് പറയുന്ന സ്ഥാനാർത്ഥികളോട്, ആളുകളോടും, പ്രവർത്തകരോടും, ഒരു വാർഡിൽ എത്ര വോട്ടുണ്ടോ ആ വോട്ടർ നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾ കാണണം. 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം അവരോട് നിങ്ങൾ കാര്യങ്ങൾ പറയണം. അവരോട് നമ്മൾ പ്രവർത്തകർ കാണണം. അങ്ങനെ നമ്മളവരെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ മാറ്റം വരും. ഒരു സംശയവുമില്ല, ഈ സംസ്ഥാനത്തിനകത്ത് മാറ്റങ്ങൾ വരും. കാരണം ജനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമുണ്ട്. നമുക്ക് തോന്നണം അവർക്ക് നമ്മൾ സീരിയസ് ആണ്, അവർക്ക് മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ആത്മധൈര്യം കൊടുക്കാൻ കഴിയണം. അങ്ങനെ ആത്മധൈര്യം കൊടുക്കുന്ന പ്രവർത്തനമായി വേങ്ങര പഞ്ചായത്തിൽ ഒരു ചരിത്രമാറ്റ പ്രവർത്തനത്തിന് ഈ കൺവെൻഷൻ കഴിയട്ടെ എന്നും ഇവിടെ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും വിജയാശം നൽകിക്കൊണ്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി സംസാരിക്കുന്നത് സ്വാഗതം ചെയ്യും. പ്രിയമുള്ള അധ്യക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള RJDയുടെ നേതാവ് സബാഹ്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് വേങ്ങര ഡിവിഷനിൽ മത്സരിക്കുന്ന റഷീദ്, വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളൂടെയുണ്ട്. വേങ്ങര ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 24 സ്ഥാനാർത്ഥികൾ മിക്കവരോടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇടതുപക്ഷ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരും ഈ വേദിയിലുണ്ട്. അതിലൊക്കെ ഉപരിയായി നമ്മുടെ സന്തത സഹചാരിയായി ചാരിറ്റി രംഗത്തൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഭാ കുണ്ടുപുഴക്കലും നമ്മുടെ വേദിയിലുണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല. ഇവിടെ വളരെ വിശദമായി തന്നെ ഉദ്ഘാടകൻ ഇവിടെ നമ്മുടെ പ്രവർത്തനത്തെ കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചൊക്കെ സംസാരിച്ചു. ഞാനത് ആവർത്തിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ ഡിസംബർ 9-നും 11-നും 2 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തൃശ്ശൂരിന് ഇങ്ങോട്ടുള്ള എല്ലാ ജില്ലകളിലും 11-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ ഇന്ന് നോമിനേഷൻ പൂർത്തിയായി. ഇതിനു മുമ്പും സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പും തന്നെ നമ്മൾ ജനങ്ങളാകെ തന്നെ സമീപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഇടതുപക്ഷ മുന്നണിയുടെ കഴിഞ്ഞ പല കാലഘട്ടത്തിലെ നിയമസഭ, പാർലമെന്റ്, ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ലൊരു സ്വീകരണം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സ്ഥാനാർത്ഥികളായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ആളുകളും സുന്ദരന്മാരും സുന്ദരികളും എന്ന് മാത്രമല്ല, അവരത് തന്നെയാണ്, സുന്ദരന്മാരും സുന്ദരികൾ തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല, അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷക്കാലമായി ഭരണം തുടരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ആ ഗവൺമെന്റ് രാജ്യത്തെ BJP NDA ഗവൺമെന്റ് സ്വീകരിക്കുന്ന ജനവിരുദ്ധ നിലപാടുകൾക്ക് നേർ വിപരീതമായി ജനക്ഷേമ പ്രവർത്തനങ്ങളാകെ തന്നെ നടപ്പാക്കി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിൽ 5,70,75,000 ആളുകൾക്കാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വീടുകൾ നൽകിയത്.
അതിലേതാണ്ട് 4,80,000 ആളുകൾ കുടുംബസമേതം ഗവൺമെന്റ് നൽകിയ വീടുകളിൽ താമസിക്കുന്നു. 1,00,000-ൽ പരം വീടുകൾ അതിന്റെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസങ്ങളിൽ ആ വീട്ടിലേക്ക് താമസം മാറും. നമ്മുടെ സംസ്ഥാനത്താകെ തന്നെ നിലവിലുള്ള 42ഓളം വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നും പൂട്ടിയിട്ടില്ല. മാത്രമല്ല നല്ല തോതിലേക്ക് ശമ്പള വർധനവും അതുപോലെ പ്രവർത്തനം ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ രാജ്യത്തെ സ്കൂളുകളാകെ പരിശോധിച്ചാൽ 1 കോടി, 3 കോടി, 5 കോടി എന്ന തോതിലേക്ക് പണം കൊടുത്ത് നമ്മളെ ഗവൺമെന്റ് എയ്ഡഡ് മേഖലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നവീകരിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഈ 9.5 കൊല്ലക്കാലത്തിനിടയിൽ 12 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് 1-ാം ക്ലാസ് മുതൽ 9 വരെ എയ്ഡഡ് മറ്റിതര സ്വാശ്രയ സ്ഥാപനങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കുന്ന കുട്ടികൾ TC വാങ്ങി സർക്കാർ സ്കൂളിൽ വന്നിരിക്കുന്നത്. ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ, മെഡിക്കൽ കോളേജൊക്കെ സൂപ്പർ സ്പെഷ്യാലിറ്റി രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഏതാണ്ട് 6 മാസത്തിനകം കേരളത്തിൽ കോഴിക്കോട് കേന്ദ്രമായി അവയവം മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ആശുപത്രിയുടെ പ്രവർത്തനം തുടങ്ങും. 500 കോടിയാണ് സംസ്ഥാന ഗവൺമെന്റ് നീക്കിവെച്ചത്. അതുപോലെ 10-15 വർഷക്കാലമായി നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന പശ്ചാത്തല വികസനം, ഹൈവേ റോഡ് വികസനം, അതുപോലെ സ്റ്റേറ്റ് ജില്ലാ റോഡുകൾ റബറൈസ് ചെയ്തുകൊണ്ടുള്ള പുതിയ സംവിധാനങ്ങൾ, BMW സംവിധാനങ്ങൾ നടപ്പാക്കിയ ഭാഗമാണ്. തീരദേശ പാത, മലയോര പാത, അതുപോലെ തന്നെ 20 ലക്ഷത്തിൽ പരം വരുന്ന പിങ്ക് കാർഡ് ഉപഭോക്താക്കളായിട്ടുള്ള കേരളീയർക്ക് സൗജന്യമായി വീട്ടിൽ TV കണക്ഷൻ അടക്കം എടുക്കുന്നതിന് വേണ്ടിയുള്ള K-ഫോൺ സൗജന്യ കണക്ഷൻ. നമ്മുടെ കുട്ടികൾ ലാപ്ടോപ്പും ഫോണും ഒക്കെ സൗജന്യമായി ഉപയോഗിക്കാം. 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായി. മറ്റു വെള്ള നീല കാർഡുകാർക്ക് ചുരുങ്ങിയ ചെലവിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിലാകെ സർക്കാർ മേഖലയിൽ ജോലി കൊടുത്തിട്ടുള്ള 1000 പേരിൽ 600 പേർ കേരളത്തിലാണ്. ബാക്കി 400 പേരാണ് 27 സംസ്ഥാനങ്ങളിലുള്ളത്. അതുപോലെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏത് ആരിഫ് മുഹമ്മദ് ഖാനും ആർലേക്കറും ഒക്കെ ചാൻസലർമാരായി ഉടക്കിടുന്നുണ്ടെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നേട്ടമാണ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഓരോന്നും വിശദമായി പറയുന്നില്ല. ഈ തുടങ്ങിയിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങളെ കൂടാതെ ഈ സംസ്ഥാനത്ത് ഇപ്പോൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന 62 ലക്ഷം പേർക്ക് 980കളിൽ നയനാരുടെ കാലഘട്ടത്തിൽ ആദ്യമായി പെൻഷൻ പ്രഖ്യാപിച്ചപ്പോൾ 45 രൂപയാണ് പ്രഖ്യാപിച്ചതെങ്കിൽ ഈ മാസം, ഇന്നിപ്പോ 21 ഇന്നലെ മുതൽ 2000 രൂപയാണ് നവംബർ മാസം മുതൽ കൊടുത്തു തുടങ്ങുന്നത്. ഈ നവംബർ മാസം 20-ന് ശേഷം 2 മാസത്തെ പെൻഷനാണ് വീട്ടിൽ 3600 രൂപ. കഴിഞ്ഞ മാസത്തെ 1600, ഈ മാസത്തെ 2000. 62 ലക്ഷം പേർക്കാണ് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ 400 രൂപ കൂടുതലായി കൊടുക്കാൻ തീരുമാനിച്ചു. 45 രൂപ 2000 ആക്കുമ്പോൾ അതിൽ 1900 വർദ്ധിപ്പിച്ചു. ആന്റണിയുടെ കാലഘട്ടത്തിൽ 100 രൂപയാണ് വർദ്ധിപ്പിച്ചത്, അത് കുടിശ്ശികയാക്കി വെച്ചു. ബാക്കി 1900 രൂപയും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. 62 ലക്ഷം പേർക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ വീട്ടമ്മമാർക്ക് 60 വയസ്സിനെയും 35 വയസ്സിനെയും പ്രായപരിധിയിലുള്ള വീട്ടമ്മമാർക്ക് ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 1000 രൂപ പ്രതിമാസം കൊടുക്കുന്ന പദ്ധതി കഴിഞ്ഞ 29-ാം തീയതി പ്രഖ്യാപിച്ചിരിക്കുക. അതിന്റെ ഗുണഭോക്താക്കളായി ഏതാണ്ട് 34,40,000 വരുന്ന വീട്ടമ്മമാർ അതിന്റെ ഗുണഭോക്താക്കളായി വരികയാണ്. ഈ 62 ലക്ഷവും ഈ 34 ലക്ഷം കൂട്ടിയാൽ ഏതാണ്ട് 1 കോടിയിലേക്ക് വരികയാണ്. 5 ലക്ഷത്തിൽ ചില ചെറുപ്പക്കാർക്ക് തൊഴിലന്വേഷണം നടക്കുന്ന ആളുകൾക്ക് പ്രതിമാസം 1000 രൂപയാണ് ഗവൺമെന്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആശക്കാർ, അംഗനവാടിക്കാർ, ഹരിത കർമ്മസേനക്കാർ, അതുപോലെ സ്കൂളിൽ പാചകം ചെയ്യുന്ന പാചക തൊഴിലാളികൾ തുടങ്ങി എല്ലാ വിഭാഗത്തിന്റെയും വേതനം 1000 രൂപ മുതൽ പ്രതിദിനം 50 രൂപ വരെ വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. അതുകൂടാതെ സ്വയം സമ്പൂർണമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോലുള്ള
ക്ഷേമനിധിയിൽ അംഗങ്ങളായുള്ള ആളുകൾക്ക് അവരുടെ വിഹിതത്തിൽ നിന്ന് നൽകുന്ന ആനുകൂല്യം കൂടാതെ കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടി സർക്കാർ 20 കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. ഇവിടെ 14 ഇനം വരുന്ന പല വ്യഞ്ജനങ്ങളടക്കം മല്ലി, മുളക്, പരിപ്പ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ കാര്യമാണ്. ഇപ്പോഴും ചെറിയ വർധനവ് മാത്രമേ വന്നിട്ടുള്ളൂ ഈ കേരളത്തിൽ. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിനെപ്പറ്റി കേരളത്തെ സംബന്ധിച്ച് എന്താണ് കേരളത്തിൽ മാറാടുണ്ടായ കേരളമല്ലേ? ആ മാറാട് മനുഷ്യന്റെ തല വെട്ടി വീഴ്ത്തിയ സമയത്ത് അങ്ങോട്ട് പോയ മുഖ്യമന്ത്രി ആന്റണിയെ നമ്മൾ ഓർക്കുന്നില്ലേ? ആന്റണി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വന്നു. കൂടെ കുഞ്ഞാലിക്കുട്ടി മന്ത്രി ഉണ്ടായിരുന്നു, വ്യവസായ വകുപ്പ് മന്ത്രി. അന്നത്തെ പോലീസ് എന്താ പറഞ്ഞത്? മാറാട്ടേക്ക് അങ്ങ് പോവുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഇവിടെ ടൂറിസ്റ്റ് ബംഗ്ലാവിൽ ഇരുന്നോട്ടെ. ഒരു മുസ്ലിം പേരുള്ള കുഞ്ഞാലിക്കുട്ടി കടപ്പുറത്തേക്ക് ചെന്നാൽ അവിടെ കലാപമുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. ആ കുഞ്ഞാലിക്കുട്ടി അവിടെ ടൂറിസ്റ്റ് ബംഗ്ലാവിലിരുന്നു. ആന്റണി മാത്രം കടപ്പുറത്തേക്ക് പോയി. അതിന് പിന്നാലെ പിണറായി വിജയൻ വന്നു. മന്ത്രിയല്ല, CPIM-ന്റെ സെക്രട്ടറിയാണെന്ന് അദ്ദേഹത്തിന്റെ കൂടെ എളമരങ്കരി മുസ്ലിമുണ്ട്, അതുപോലെ VKC മുഹമ്മദ് കോയ മുസ്ലിമുണ്ട്, മാറാട് പ്രദേശമടക്കുന്ന പ്രദേശത്തെ MLA. പോലീസുകാരും ഇതേ വാദം പിണറായിയോട് പറഞ്ഞു. ഈ രണ്ടുപേരും കരീമിനെയും അതുപോലെ VKCയെയും കൊണ്ട് അങ്ങ് മാറാട് പോകരുത്, പ്രകോപനമുണ്ടാവും. പിണറായി എന്താ പറഞ്ഞത്? പ്രകോപനമില്ലാതിരിക്കാനുള്ള ഇടപെടൽ നടത്തേണ്ടത് ഇവിടുത്തെ പോലീസാണ്. പോലീസ് പക്ഷം പിടിക്കാൻ പാടില്ല, മുസ്ലിമിന്റെ പക്ഷത്തോ ഹിന്ദുവിന്റെ പക്ഷത്തോ പിടിക്കാൻ പാടില്ല. ക്രമസമാധാനം സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട്. ഞാൻ എൻ്റെ സഖാക്കളെ കൂട്ടി മാറാട്ടേക്ക് ഒന്നും സംഭവിച്ചില്ല. അതായിരുന്നില്ല കേരളം. ഭരണാധികാരി പോലീസും പട്ടാളും കയ്യിലുള്ള ആന്റണി വിറച്ചെടുത്ത് അധികാരമില്ലാത്ത പിണറായി വിറച്ചില്ല. തന്റെ കൂടെയുള്ള കരീമിനെയും VKCയെയും കൂടി മാറാട്ടേക്ക് പോയി. ആ പിണറായി 2014 അധികാരത്തിൽ വന്നതോടുകൂടി കേരളത്തിൽ ഒരു വർഗീയവാദിയും ഇവിടെ വാളെടുത്തിട്ടില്ല. ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളിലും തല ഉടലുണ്ടോ എന്ന് തപ്പി നോക്കേണ്ട സ്ഥിതിയിലേക്ക് പോവുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷങ്ങളിൽ ഒന്നായ ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങൾ 300 മണിപ്പൂരിൽ തകർത്തെറിഞ്ഞത്. യേശു രണ്ടാമത് പുനർജനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മണവാട്ടിയാവാൻ വേണ്ടി വെള്ളവസ്ത്രം ധരിച്ച് തലപ്പാവ് വെച്ചുകൊണ്ട് നടക്കുന്ന കന്യാസ്ത്രീകളെ കൊണ്ടുപോയിട്ടാണ് RSSകാരൻ കാമപൂർത്തി വരുത്തുന്നത്. ഇല്ലേ, ഇവർ കന്യകായിരിക്കുന്ന യേശു വരുമ്പോൾ മണവാട്ടിയാകാൻ വേണ്ടി കന്യകായിരിക്കുകയാണ്. അതാണ് വടക്കേ ഇന്ത്യയിലെ സ്ഥിതി. കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലം ഒരു കലാപം പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ കേരളത്തിൽ ഏത് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും ഇന്ന് 1000-1200 രൂപ കൂലി ലഭിക്കുന്ന സ്ഥിതിയുണ്ട്. ആ സ്ഥിതിയുടെ ഭാഗമായി എന്താണ്? അവർ ആ പണം വാങ്ങി കമ്പനികളുടെ ഷെയർ എടുക്കുകയല്ല. ഈ കൂലി കിട്ടുന്ന ഏത് സർക്കാർ ജീവനക്കാർക്കും ഫാക്ടറി തൊഴിലാളികൾക്കും കൂലി തൊഴിലാളികൾക്കും കർഷക തൊഴിലാളിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന അധിക വരുമാനം, കർണാടകത്തെയും UPയെയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന അധിക വരുമാനം ഈ സമൂഹത്തിൽ ചെലവഴിക്കുകയാണ്, ക്രയവിക്രയം നടക്കുകയാണ്. അതിനൊക്കെ ഗ്രാമങ്ങളിലെ കാരണവന്മാരെയും നാട്ടുകാരെയും കാണാൻ ചെല്ലുമ്പോൾ കഴിഞ്ഞ കാലത്ത് വ്യത്യസ്തമായിട്ടുള്ള സ്വീകരണമാണ് ലഭിക്കുന്നത് എന്ന് ഞാൻ പറയുകയല്ല. ഈ സ്ഥാനാർത്ഥികളായി ഓരോരുത്തരും സൂചിപ്പിച്ച കാര്യമാണ്. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. പിന്നെ ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് എല്ലാവരും പ്രകടനമായി പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇനി കുറേ ആളുകൾ സംസാരിക്കാനാണ്. പക്ഷെ ഈ നേട്ടം 27 സംസ്ഥാന വ്യത്യസ്തമായ കേരളത്തിൽ ഈ നേട്ടം എങ്ങനെ ഉണ്ടാക്കാനായി? പിണറായി എന്ന വ്യക്തിയുടെ മാസ്മരിസത്തിന്റെ ഭാഗമാണോ? മന്ത്രിമാരായ രാജീവിന്റെയും അതുപോലുള്ള നേതാക്കന്മാരുടെ മാസ്മരിസമാണോ? അല്ല. അതിന് കാരണം ഈ കേരളത്തിന്റെ പുറത്ത് ഉള്ള സാമൂഹ്യ വ്യവസ്ഥ ജന്മിത്ത വ്യവസ്ഥയാണ്. ഓരോ കുടുംബത്തിന്റെയും ജന്മിമാരുടെയും കയ്യിൽ 1000-10,000 ഏക്കർ ഭൂമി ഇന്നും കുന്നുകൂടി കിടക്കുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലഘട്ടത്തിൽ ടാറ്റ, ബിർള, ഗോയങ്ക മാത്രമാണ് കുത്തകകളെങ്കിൽ ഇന്ന് പേര് പോലും പറയാൻ കഴിയാത്ത അത്രയെണ്ണം 200-ൽ പരം കുത്തകകൾ ഇന്ത്യയിൽ വളർന്നു വന്നിരിക്കുന്നു. അതോടൊപ്പം ഈ കേരളം സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ പദ്ധതിയുടെ വിഹിതത്തിന്റെ 28% മുതൽ 40% വരെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾക്ക് നൽകി ഗ്രാമീണ മേഖല മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നൽകുന്ന പണം നേരത്തെ സവാവ് സൂചിപ്പിച്ച പോലെ നമ്മുടെ പാതിവില തട്ടിപ്പിന്റെ നേതാക്കന്മാർ വേങ്ങരയിലുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ പാതിവില തട്ടിപ്പും
അതുപോലെ കരാറും ഒക്കെ നടത്തി ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പലരെയും പോലെയല്ല, ആ രീതിയിൽ വ്യത്യസ്തമായി ജനങ്ങളെ സേവിക്കാനുള്ള അവസരമാക്കി ഞങ്ങൾ സ്വീകരിക്കും എന്ന് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോയാൽ കഴിഞ്ഞ കാലത്തുപരിയായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഈ വേങ്ങരയിൽ ഉണ്ടാകും. അത് യഥാർത്ഥ ഈ 11-ാം തീയതിക്ക് മുമ്പായിട്ട് ആ പ്രവർത്തനം നടപ്പാക്കുന്നതിന് വേണ്ടി ഇവിടെ കൂടിയിട്ടുള്ള ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകന്മാരോട് പ്രത്യേകം പറയേണ്ടതില്ല. അവർ അതിനു വേണ്ടി അരയും തലയും മുറുക്കി സജ്ജരായി വന്നവരാണ്. പക്ഷേ ഇവിടെ വരാൻ കഴിയാത്ത നൂറുകണക്കിന് ആളുകൾ നമ്മുടെ വാർഡുകളിൽ ഉണ്ട്. അടുത്ത ദിവസങ്ങളിലായി നമ്മൾ നടത്താൻ പോകുന്ന വാർഡ് കൺവെൻഷനിലേക്ക് എല്ലാവരെയും വിളിച്ചു ചേർത്ത് വിപുലമായ പരിപാടിയാക്കി കത്തൊക്കെ അടിച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തി അവരൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അങ്ങനെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും ഇടതുപക്ഷ മുന്നണിയുടെ വാർഡ് സ്ഥാനാർത്ഥികളെ, ബ്ലോക്ക് സ്ഥാനാർത്ഥികളെ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളർന്നമാരായി രംഗത്തിറക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി വരും ദിവസങ്ങളിൽ നിങ്ങൾ അഹോരാത്രം പ്രവർത്തനം നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷനെ CPM-ന്റെ വേങ്ങര ഏരിയ കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. വേദിയിലും സ്റ്റേജിലുള്ള നേതാക്കളെ, പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സുദീർഘമായി ഒന്നും പ്രസംഗിക്കുന്നില്ല. നമ്മുടെ കാര്യത്തെപ്പറ്റി അടുത്ത 11-ാം തീയതി നടക്കുന്ന ഇലക്ഷനെ പറ്റി നമ്മുടെ നേതാക്കന്മാർ വളരെ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നമ്മൾ വോട്ടർമാരെ എങ്ങനെ ബൂത്തിലെത്തിക്കണമെന്നും എത്തിക്കുന്നതിനെ പറ്റിയുള്ള ഇനിയുള്ള നമ്മുടെ മുന്നോട്ടുള്ള യാത്ര നമ്മൾ തുടങ്ങണം. അതുപോലെ തന്നെ നമ്മൾ കണ്ടമാനം പ്രവാസികൾ അധികവും നമ്മുടെ നാട്ടിൽ തിങ്ങി താമസിക്കുന്നുണ്ട്. അവരിൽ അധികവും ഒരു 90% വിദേശ രാജ്യങ്ങളാണ്. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഈ മഹത്തായ നേട്ടം കാർഡ് സംഘടിപ്പിച്ച് അവരെ നമ്മൾ ബോധവൽക്കരിച്ച് അവരുടെ ആ കാർഡ് എടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിനും അവരുടെ ഭാവിയിലേക്കുള്ള ഒരു കാൽവെപ്പ് കൂടിയാണ് നമ്മുടെ സർക്കാരും ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ നമുക്ക് ഇവിടുത്തെ പ്രവാസികൾക്ക് നൽകിയത്. അത് നമ്മൾ ഒരിക്കൽ എല്ലാവരും നമ്മുടെ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും അത് ഓർമ്മപ്പെടുത്തുവാനും, അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധി 2 വർഷം പ്രവാസികളായി നിന്നവർക്ക് ഇപ്പം 5 വർഷം അവർ 100 രൂപ അടച്ചാൽ മതി. അത് ഇപ്പോൾ മാസം കിട്ടുന്നത് ആ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നത് 3400-3500 രൂപയാണ്. അത് 100 രൂപ കൊടുത്താൽ അത് കൂടുതൽ പൈസ അടച്ച് 5 വർഷം അടച്ചാൽ കൂടുതൽ പൈസ കിട്ടും. അപ്പം അതൊക്കെ നമ്മുടെ ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളാണ്. അത് എല്ലാം നമ്മുടെ എല്ലാവരെയും അത് ഓർമ്മപ്പെടുത്തണം. ഇനി സുദീർഘമായി ഞാനൊന്നും പറയുന്നില്ല, എല്ലാം നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു. ഏതായാലും നമ്മൾ ഈ അടുത്ത 11-ാം തീയതി തെരഞ്ഞെടുപ്പ് ദിവസം എല്ലാവരും സഹകരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ജയ് കേരള കോൺഗ്രസ് ബി. അടുത്തതായി നമ്മുടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന വേങ്ങര ഡിവിഷനിലെ റഷീദിനെ ആർദ്രമായി ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ, കേട്ടിയടക്കമുള്ള വേദിയിലിരിക്കുന്ന നേതാക്കളെ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് തല സ്ഥാനാർത്ഥികളെ, നമ്മുടെ ഇലക്ഷൻ സമരരംഗത്തുള്ള ഭടന്മാരെ, സുഹൃത്തുക്കളെ, കൂടുതൽ സംസാരിക്കുന്നില്ല. എന്തായാലും നമ്മുടെ ഇലക്ഷനിലേക്ക് ഇറങ്ങാണ്. നമ്മുടെ വോട്ട് ചോദിക്കുന്ന കൂട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന അബ്ദുൾ റഷീദ് എന്ന എനിക്ക് നിങ്ങൾ നെൽക്കെതിരെ അടയാളത്തിൽ വോട്ടുകളും കൂടി ചോദിക്കണമെന്ന് മാത്രം ഈ വൈകിയ വേളകളിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുകയാണ്. അവർക്ക് ആരാധന നടത്തുകൂടി തന്നെ അതിനുള്ള ആളുകളെ ക്ഷണിക്കുകയാണ്. 1-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന CM കൃഷ്ണൻകുട്ടിയാണ്. 1-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന CM കൃഷ്ണൻകുട്ടിക്ക് ഗോപി വെള്ളൈക്കോട്ട്
ആരാധന നടത്തുകയാണ്. 3-ാം വാർഡിൽ നിന്നും 2-ാം വാർഡിലെ സ്ഥാനാർത്ഥി ഇവിടെ എത്തിച്ചേർന്നില്ല. 3-ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന UP സുഭാഷിന് നമ്മുടെ മുതിർന്ന പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ഗോവിന്ദേട്ടൻ ആരാധന നടത്തും. 4-ാം വാർഡിൽ നിന്നുള്ള സഹകരണം എത്തിയില്ല. 5-ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന ഫഹാന ബേബി KK ഇവരെ നമ്മുടെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കം രാമകൃഷ്ണൻ ആരാധന നടത്തും. 9-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന റഷീദ് കരുമൻ ഇവരെ ആരാധന നടത്തുന്നത് നമ്മുടെ CH നൗഷാദ്. 10-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന അഞ്ജുഷ അവരെ ആരാധന നടന്നത് അജിത ഭാമയാണ് ഒരു ക്ഷണിക്കുക. 11-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന പാറയിൽ ഗോപി ഒരു ആരാധന നടന്നത് പ്രവാസി സംഘത്തിന്റെ നേതാവായിട്ടുള്ള ചെയർമാനായിട്ടാണ് ക്ഷണിക്കുന്നത്. 12-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ എത്തിയിട്ടില്ല. 13-ൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് സിറാജുദ്ദീന് ആരാധന നടന്നത് DV ഗംഗാധരനാണ്. 14-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന പൂക്കുത്ത് ഡൽഹിയിലെ ആരാധന നടന്നത് അബൂബക്കർ ചൗലൻ. 15-ാം വാർഡിൽ നിന്ന് സമദ് പൂക്കൻ ഇവരെ ആരാധന നടന്നത് പരമേശ്വരനാണ്. 16-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സലാം പറമ്പ ആരാധന നടന്നത് കരീമാക്കാണ്. 17-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന KP ഗുണ്ടു ഇവരെ ആരാധന നടന്നത് ശ്രീനിധയാണ്. 18-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ഷിജി ഇവരെ ആരാധന നടത്തുന്നത് നമ്മുടെ ഉഷ. 19-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സജ്ജന ഇവരെ ആരാധന നടത്തുന്നത് നമ്മുടെ C രവിയാണ്. 20-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന VP ദാമോദരൻ ആരാധന നടത്തുന്നത് നമ്മുടെ ശശി വലിയാറാണ്. 21-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന നിഷ പുളിക്കൻ അവർക്ക് ആരാധന നടത്തുന്നത് C രവി. 22-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സഹോദരി അച്യുതാനന്ദൻ നമ്മുടെ N മുഹമ്മദ് അഷറഫ് ആണ് ആരാധന നടത്തുന്നത്. 23-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന അജിഷ ഇവർക്ക് ആരാധന നടത്തുന്നത് സഹോദരൻ ഗോവിന്ദേട്ടനാണ്. ഗോവിന്ദേട്ടൻ ക്ഷണിക്കുകയാണ്. 24-ാം വാർഡിൽ മത്സരിക്കുന്ന സനൽകുമാറിന് സഖാവ് ആദിത്യൊക്കെയാണ് ആരാധന നടത്താൻ വേണ്ടി സഹകരണം ക്ഷണിക്കുന്നത്. ബ്ലോക്ക് ഡിവിഷൻ 16-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന യർഷാദ് ഇവരെ ആരാധന നടത്തുന്നത് കരീമാക്ക് തന്നെയാണ്. അവരെ ആരാധന നടത്തുന്നവരെ അവരെ ക്ഷണിക്കുകയാണ്. ഇത് നമ്മുടെ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളാണ്. ഇവരെ ആരാധന നടത്തുന്ന വേണ്ടി കമർബാൻ കുറ്റൂരിൽ നിന്ന് മത്സരിക്കുന്ന കമർബാനിന് മുസ്തഫയാണ് ആരാധന നടത്തുന്നത്. വേങ്ങര 16-ൽ നിന്ന് മത്സരിക്കുന്ന ശീലാദാസിനെ ആരാധന സ്ഥലം KM ഗണേശാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. കച്ചേരിപ്പടി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് ചെമ്പൻ ശിഹാബുദ്ദീൻ. ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി നമ്മുടെ LDF-ന്റെ മണ്ഡലം കൺവീനർ KT ആരാധന
ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. LDF സിന്ദാബാദ്. വോട്ടുകൾ ചെയ്യൂ, വോട്ടുകൾ ചെയ്യൂ, വോട്ടുകൾ ചെയ്യൂ. സ്ഥാനാർത്ഥികൾക്ക് ഇൻക്ലാബ് സിന്ദാബാദ്. LDF സിന്ദാബാദ്. നാട്ടുകാരെ വോട്ട്